കർക്കിടകത്തിൽ ആരോഗ്യപരമായൊരു തോരൻ കണ്ടാലോ? വാഴപ്പിണ്ടിയാണ് കേട്ടോ ഇതിനെ എടുത്തിരിക്കുന്നത് ഞാൻ. ആവശ്യത്തിനുള്ള സാധനങ്ങൾ: വറ്റൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് എണ്ണ, കടുക്. ഇത്രയുമാണ് കേട്ടോ ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിന് ആവശ്യമായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാഴപ്പിണ്ടി നന്നായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിത് ആദ്യം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, അതിനകത്ത് തന്നെ ഞാൻ ഇതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ എടുത്തു. ഇത് നമ്മൾ എടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുവാണേ. അതിന് ശേഷമാണ് നമ്മൾ ഇത് പാചകത്തിലോട്ട് പോവുക. ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തെടുത്തുന്നോ ഒന്നും നോക്കില്ല, മസിലങ്ങ് പിടിക്കാൻ തുടങ്ങി. വാഴപ്പിണ്ടിയല്ലേ, ഞാൻ ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഇങ്ങെടുത്ത്. വെള്ളം കുടിക്കാൻ നല്ലതാണ് കേട്ടോ, പല രോഗങ്ങളിലും ഇത് മാറുമെന്നാണ് അമ്മ പറഞ്ഞു തന്നത്. അപ്പോൾ ഗ്യാസ് കത്തിച്ചു, അതിലേക്ക് നമ്മുടെ പാൻ അങ്ങ് എടുത്ത് വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു. ഒന്നും നോക്കിയില്ല, വിലയൊക്കെ കുത്തനെ കയറുകയല്ലേ. ഞാൻ വിചാരിച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് അങ്ങോട്ട് കിടക്കട്ടെ. വെളിച്ചെണ്ണ അങ്ങോട്ട് ആവശ്യത്തിന് എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ യുദ്ധഭൂമിയിലോട്ടുള്ള കടുക് അങ്ങോട്ട് ഇട്ട് പടപടേ പൊട്ടാൻ തുടങ്ങി. ഞാനങ്ങ് മാറി നിന്നേ. ആവശ്യത്തിന് കറിവേപ്പില അങ്ങോട്ട് ഇട്ടു. ഒന്നും നോക്കിയില്ല, നല്ല അടിപൊളി മണവും. പിന്നെ അടുക്കള ഫുൾ അങ്ങ് പുകച്ചു കൊടുത്ത്. അപ്പോഴത്തേക്ക് ദേ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വറ്റൽമുളകും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ഉള്ളിയും കൂടെ അരച്ചതും കൂടെ അങ്ങ് ചേർത്തു. അപ്പോഴത്തേക്ക് കെട്ടാനാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ കുരുമുളക് പൊടി എടുത്തിടേണ്ട ഊഴമായിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി എടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇളക്കാൻ തുടങ്ങി. ഇളക്കി അതിനുശേഷം നമ്മുടെ വാഴപ്പിണ്ടി മെയിനായിട്ടുള്ള ഐറ്റം അതിലേക്ക് എടുത്തിട്ട്, എന്നിട്ട് ആവശ്യത്തിന് ഞാൻ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മസിൽ പിടിച്ച് ഞാനങ്ങ് ഇളക്കാൻ തുടങ്ങി. ഇളക്കി ആവശ്യത്തിന് ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഫുൾ അടപ്പിൽ അടച്ച് വെക്കേണ്ട, കാരണം ഇതിലിട്ട് വെള്ളം വീഴാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം ഞാൻ ചെറിയ രീതിയിൽ അടച്ചു വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.